എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് CHSLൻ്റെ ഒരു സീരീസ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് റീസണിങ്ങിനെ നമുക്ക് ഇന്ന് നോക്കുന്നത് കലണ്ടർ ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാ എക്സാമുകളിലും എല്ലാ ഷിഫ്റ്റുകളിലും സ്ഥിരമായിട്ട് ചോദിക്കില്ലെങ്കിൽ കൂടിയും ക്ലോക്കിൻ്റെയും കലണ്ടറിൻ്റെയും ക്വസ്റ്റ്യൻസ് ചില ഷിഫ്റ്റുകളിൽ മാറി തിരിച്ചു എന്നാണ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കലണ്ടറിൻ്റെയും ക്ലോക്കിൻ്റെയും കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിന് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്കുകളാണെന്നാണ് കലണ്ടർ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഈ കൺസെപ്റ്റുകളും ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്തതിന് ശേഷം എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബേസിക് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാക്സിമം നിങ്ങൾ ബേസിക് ക്ലാസ് കണ്ടതിന് ശേഷം വന്ന് എന്ത് ചെയ്യുക, വീണ്ടും ആ വീഡിയോ കണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദി വീക്ക് ഓൺ 15th August 2021. മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമാണ്, CHSL എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദി വീക്ക് ഓൺ 15th August 2021. ഒരു ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ട് അത് ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കണം. കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ആണ് അവിടെ വേണ്ടത്. ഓക്കെ, കൃത്യമായിട്ടും അത് ഏത് ഡേ ആണ്, അത് സൺഡേ ആണോ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ, ഈ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാം. നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതായത് 15th August 2021 ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കംപ്ലീറ്റ് ഇയേഴ്സ് എത്രയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആക്ച്വലി 2021 August 15 എന്ന് പറയുമ്പോഴത്തേക്കും 2021 കംപ്ലീറ്റ് ഇല്ല അല്ലേ. ഏത് വരെ കംപ്ലീറ്റ് ഉള്ളൂ? 2020 വരെയാണ് എന്തുള്ളത്, കംപ്ലീറ്റ് ആയിട്ടുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 2020 വർഷങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2021 ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റിലെ 15 എന്ന് പറയുന്ന ഡേറ്റ് വരെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ 2021 August 15 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് ഈ ഡേറ്റ് വരെയുള്ള ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി എളുപ്പമാണ്. കാരണം 2020 ആയതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. എങ്ങനെയാണ്? 2000 + 20 എന്ന് എടുത്താൽ മതി, ബാക്കി പ്ലസ് ഇത്രയും വർഷങ്ങൾ, ഇത്രയും മാസങ്ങൾ. ഓക്കെ, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ 2000 എന്ന് പറയുമ്പോഴത്തേക്കും 400ന്റെ ഗുണിതമാണ്. നമുക്കറിയാം 400ന്റെ ഗുണിതം എപ്പോഴും എന്തായിരിക്കും? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. 2000 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എത്ര ഓഡ് ഡേയ്സ് ആയിരിക്കും? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. പ്ലസ് 20 വർഷം, 20 ഇയേഴ്സ് ആണ്. അപ്പോൾ 20 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ്? അപ്പോൾ 20 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന്, 20 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കും അല്ലേ. 20 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ വരുന്നുണ്ട്? 5 ലീപ്പ് ഇയർ വരുന്നുണ്ട്. 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയർ ഉണ്ടാകും. അങ്ങനെയാണ് 20 വർഷം എടുക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് 5 ലീപ്പ് ഇയേഴ്സ് വരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ 20ന്റെ കൂടെ 5 കൂട്ടും. നമുക്ക് എന്ത് കിട്ടും? ഓഡ് ഡേയ്സ് കിട്ടും, 25 എന്ന് കിട്ടും. പ്ലസ് അടുത്ത ജാനുവരി എടുക്കുകയാണ്. ജാനുവരിയിൽ എത്ര ഓഡ് ഡേയ്സ് ആണ് വരുന്നത്? 3 ഓഡ് ഡേയ്സ് ആണ് വരുന്നത് അല്ലേ. ജാനുവരി എന്ന് പറയുന്ന മാസം എടുത്താൽ 3 ഓഡ് ഡേയ്സ് ആണ്. അടുത്ത ഫെബ്രുവരി മാസം എടുക്കുകയാണ്. ഫെബ്രുവരിയിലെ ഓഡ് ഡേയ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏത് ഇയറിലെ ഫെബ്രുവരി ആണെന്ന് നോക്കണം. ഇത് 2021 മാസങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം 2021 എന്ന് പറയുന്ന വർഷത്തിലെ മാസങ്ങളാണ്. 2021 എന്ന് പറയുന്ന ഒരു ഓർഡിനറി ഇയർ ആണ്, ലീപ്പ് ഇയർ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 0 ഓഡ് ഡേയ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് മാർച്ച് എടുക്കുകയാണെങ്കിൽ 3 ഓഡ് ഡേയ്സ് ആയിരിക്കും. ഏപ്രിൽ എടുത്താൽ 2 ഓഡ് ഡേയ്സ് ആണ്. മെയ് എടുത്താൽ 3 ഓഡ് ഡേയ്സ് ആണ്. ജൂൺ എടുത്താൽ 2 ഓഡ് ഡേയ്സ് ആണ്. ജൂലൈ എടുത്താൽ 3 ഓഡ് ഡേയ്സ് ആണ്. ഓഗസ്റ്റിലെ 15 എന്ന് പറയുന്ന ഡേറ്റ് വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 എന്ന് പറയുന്ന സമയത്ത് 15ൽ എത്ര ഓഡ് ഡേയ്സ് എന്ന് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും 15 ദിവസമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര ഓഡ് ഡേയ്സ് കിട്ടും? 1 ദിവസം. കാരണം 14 ദിവസം കൂടുമ്പോൾ ഒരു വീക്കാണ്. വീക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താണ് എക്സ്ട്രാ വരുന്ന ഡേയ്സിനാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും ഓഡ് ഡേയ്സ് ആണുള്ളത്. നമുക്ക് ഒന്നുകിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 7ന്റെ മൾട്ടിപ്പിൾ മാറ്റാം, അല്ലെങ്കിൽ ഇതാങ്ങനെ എടുക്കും. ഇപ്പം 25 3 28 നമുക്കറിയാം 28 എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്തായാലും ഇത് കൂട്ടിയിട്ട് 7ന്റെ മൾട്ടിപ്പിൾ നമ്മൾ കളയണമെങ്കിൽ ഇത് നമുക്ക് കളയണം അല്ലേ. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 2 4 4 3 7 ഇതും കളയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3 3 6 6 1 7. അപ്പോൾ എല്ലാം കളയാൻ പറ്റും. ബാക്കി എന്തേ ഉള്ളൂ? 0 ഉള്ളൂ. നിങ്ങളുടെ ആൻസർ എന്താ കിട്ടുന്നത്? 0 ഓഡ് ഡേയ്സ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, അതായത് 15th August 2021 വരെ, അതായത് 01 01 001 എന്ന് പറഞ്ഞ ഡേറ്റ് മുതൽ തുടങ്ങി
15th August 2021 എന്ന് പറയുന്ന ഡേറ്റ് വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ നമ്പർ ഓഫ് ഡേയ്സിൽ എത്ര ഓഡ് ഡേയ്സ് വെച്ചാൽ 0 ഓഡ് ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. നമുക്കറിയാം അങ്ങനെ 0 ഓഡ് ഡേയ്സ് കിട്ടിയാൽ എന്ത് ആൻസർ വരും? നമുക്ക് ഓരോ ഓഡ് ഡേക്കും ഓരോ ഡേ ആണ് നമുക്കറിയാം. 0ക്ക് സൺഡേ, 1 വന്നാൽ മൺഡേ, 2 വന്നാൽ ട്യൂസ്ഡേ, 3 വന്നാൽ വെനസ്ഡേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 0 വരുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സൺഡേ ആയിരിക്കും. നമ്മുടെ ആൻസർ ഇവിടെ സൺഡേ ആയിരിക്കും. അതായത് 2021 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഒരു സൺഡേ ആണ്, ഒരു ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അത് കൃത്യമായിട്ടുള്ള ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ഇവിടെ കാണിക്കും. 2021 ഓഗസ്റ്റ് 15 ഏത് ഡേ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൺഡേ തന്നെ കാണിക്കും. അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യാം. അത്യാവശ്യം എളുപ്പമുള്ള ടൈപ്പാണ്, സിമ്പിൾ സ്റ്റെപ്പാണ്. സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് കൃത്യമായിട്ട് അറിയാം. ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, വാട്ട് ഡേ ഓഫ് ദി വീക്ക് വാസ് 5th April 2008? ഓക്കെ, 2008 ഏപ്രിൽ 5 എന്ന് പറയുന്ന ഡേറ്റ് ഏത് ഡേ ആണ്? അപ്പോൾ ഇതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഇയർ നമ്മൾ നോക്കുമ്പോൾ 2008 ഏപ്രിൽ 5 ആകുമ്പോൾ കംപ്ലീറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2007 വരെയാണ് അല്ലേ? 2007 വരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. 2008 കംപ്ലീറ്റ് ഇല്ല. 2008 ജാനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിൽ 5 എന്ന് പറയുന്ന ഡേറ്റും ഈ ഡേറ്റ് വരെയാണ് ഉള്ളത്. ഓക്കെ, 2007 എന്ന വർഷം വരെ കംപ്ലീറ്റ് ഉണ്ട് നമ്മുടെ. അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് ഇയേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് 400ന്റെ മൾട്ടിപ്പിൾ മാറ്റുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇവിടെ 400ന്റെ മൾട്ടിപ്പിൾ 2000 ആണ്. ഞാൻ 2000 മാറ്റി. പിന്നെ എന്താണ്? 7 വർഷം, 7 ഇയേഴ്സ് പ്ലസ് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 5 എന്ന് പറയുന്ന ഡേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മൾ എന്താ ചെയ്യുന്നത്. 2000 വർഷത്തിൽ 0 ഓഡ് ഡേയ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 400 വർഷം കൂടുമ്പോൾ 0 ഓഡ് ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞു. 400ന്റെ മൾട്ടിപ്പിൾ എല്ലാം 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ 2000 വർഷം ആകുമ്പോൾ 0 ഓഡ് ഡേയ്സ് ആയി. അടുത്ത 7 വർഷം. അപ്പോൾ 7 വർഷം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, 7 എന്ന് കാണുമ്പോൾ ഉടനെ 0 ഓഡ് ഡേയ്സ് എഴുതി കളയരുത്. കാരണം 7 ദിവസം ആകുമ്പോഴാണ് 0 ഓഡ് ഡേയ്സ് കേട്ടോ. 7 വർഷമാണ്. അപ്പം 7 വർഷം ആകുമ്പോഴത്തേക്കും 7 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? നമ്മൾ നേരത്തെ 20 വർഷത്തിൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ 7 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 7 വർഷം എടുത്താൽ എത്ര ലീപ്പ് ഇയറേ ഉള്ളൂ? ഒരു ലീപ്പ് ഇയർ. 4 എന്ന് പറഞ്ഞ ലീപ്പ് ഇയർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ 7 ഒരു ലീപ്പ് ഇയർ ആണ് വരുന്നത്. 7 നിങ്ങൾ എന്ത് ചെയ്യണം? 1 കൂട്ടണം. എന്ത് കിട്ടും? 8 കിട്ടും. ഒന്നുകിൽ 8 എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 അവിടെ എഴുതി വെക്കാം, ഏതാണെങ്കിലും എഴുതാം. അത് കഴിഞ്ഞിട്ട് ജാനുവരി ആണ്. ജാനുവരിയിൽ എത്ര ഓഡ് ഡേയ്സ് ആണ്? 3 ഓഡ് ഡേയ്സ് ആണ്. ജാനുവരി ഫിക്സ്ഡ് ആണ്, നമുക്കറിയാം 3 ഓഡ് ഡേയ്സ് ആണ്. അടുത്ത ഫെബ്രുവരി ആണ്. ഫെബ്രുവരി വരെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഏത് ഇയറിലെ ഫെബ്രുവരി? 2008 ഫെബ്രുവരി ആണ് എഴുതിയിരിക്കുന്നത്. 2008 എന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ഒക്കെ നമുക്ക് അറിയാം, കൺസെപ്റ്റിൽ അറിയാം. 2008 ലീപ്പ് ഇയർ ആയതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ എന്താണ്? അവിടെ ഒരു ഓഡ് ഡേ ഉണ്ടായിരിക്കും. കാരണം 2008 ലീപ്പ് ഇയർ ആയതുകൊണ്ട് ലീപ്പ് ഇയറിലെ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ഓഡ് ഡേ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർച്ച് കംപ്ലീറ്റ് ഉണ്ട്. അവിടെ 3 ഓഡ് ഡേയ്സ് ആണ്. ഏപ്രിൽ 5 വരെ ഉള്ളൂ. അപ്പോൾ 5 ഓഡ് ഡേയ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൂട്ടി എഴുതിയിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതാ 3 3 6 6 1 7 ഇതാ കളയാം. കാരണം 7ന്റെ കോമ്പിനേഷൻ നമുക്ക് ആദ്യമേ കളയാം. പിന്നെ ഇതാ 8 5 ആണ് വരുന്നത്. 8 5 അപ്പോൾ എന്താ വരിക? 8 2 10 13 എന്നാണ് വരുന്നത് അല്ലേ? 13 ഓഡ് ഡേയ്സ്. നമുക്കറിയാം 13 ഓഡ് ഡേയ്സ് ഇല്ല. ഓഡ് ഡേയ്സ് എപ്പോഴും 0 to 6 ആയിരിക്കും അല്ലേ? നമ്മൾ 13 7ന്റെ മൾട്ടിപ്പിൾ മാറ്റുമ്പോൾ നമുക്ക് 7 മാറ്റുമ്പോൾ ബാക്കി എന്ത് വരും? 6 ഓഡ് ഡേയ്സ് കിട്ടും. അപ്പോൾ 6 ഓഡ് ഡേയ്സ് എന്നാൽ എന്താ ആൻസർ വരും? നമുക്കറിയാം 0 സൺഡേ, 1 മൺഡേ, 2 ട്യൂസ്ഡേ, 3 വെനസ്ഡേ, 4 തേഴ്സ്ഡേ, 5 ഫ്രൈഡേ, 6 എന്താണ്? സാറ്റർഡേ ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. അതായത് 5th April 2008 എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ച ആയിരിക്കും, സാറ്റർഡേ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് വരാൻ സാധിക്കും. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കലണ്ടറിൽ ചോദിക്കുന്ന മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ കൂടുതലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നുണ്ട്. അതായത് കൂടുതലും 2000+ വരുന്ന ഒരു ഇയർ ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പുറകിലോട്ടാണെങ്കിൽ 90 100 90,000 അല്ലെങ്കിൽ ഇപ്പോൾ 1847 എന്നൊക്കെ തരുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ 2000+ വാല്യൂസ് ആണ് കൂടുതലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇഫ് ഇറ്റ് വാസ് എ മൺഡേ ഓൺ 1st January 2018, what was the day of the week on 31st December 2018? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി വർഷങ്ങൾ മാറുന്ന കണക്കറിയാം. നമുക്ക് 2 മോഡൽ ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ ഒരു മോഡൽ തന്നെ ഒരു ഡേറ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ടൈപ്പാണ്. രണ്ടാമത്തെ മോഡൽ തന്നെ ഒരു ഡേറ്റ് തന്നിട്ട് മറ്റൊരു ഡേറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അതിനകത്ത് തന്നെ സെയിം ഇയർ വരുന്ന കണക്കുകളുണ്ട്, സെയിം ഇയറും സെയിം മന്തും കണക്കുണ്ട്, ഇയർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ പല കണക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 1st January 2008 നിന്നും
31 ഡിസംബർ 2018 പോകാനായിട്ട് വർഷം സെയിം ആണ്, മാസങ്ങൾ മാറ്റണം എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് ചെയ്യാൻ നിൽക്കുകയാണ് ഒരുപാട് ടൈം. കാരണം ആദ്യത്തെ മാസം മുതൽ അവസാനത്തെ മാസം വരെ. അപ്പം ഇത് ചെയ്യാൻ എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ജാനുവരി 2018 മൺഡേ ആണെങ്കിൽ 1 ജാനുവരി 2019 ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഒരേ ഡേറ്റ്, ഒരേ മന്ത്, ഇയർ മാത്രം ഡിഫറൻറ്റ്. ഈ കൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്തുള്ള വർഷങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ നോക്കുന്നത് 2 ഓർഡിനറി ഇയർ ആണോ അതോ ലീപ്പ് ഇയർ ഓർഡിനറി ഇയർ ആണോ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ 2018 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്. 2019 എന്താണ്? ഓർഡിനറി ഇയർ. 2 ഓർഡിനറി ഇയർ ആണ്. നമുക്കറിയാം 2 ഓർഡിനറി ഇയർ ആണെങ്കിൽ ഇവിടെ ഒരു വർഷം മാറുകയാണ്. ഒരു വർഷം മാറുക വെച്ചാൽ 365 ആകാം, 366 ആകാം. ഇത് ഓർഡിനറി ഇയർ ആകാം, ലീപ്പ് ഇയർ ആകാം. 2 ഓർഡിനറി ഇയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ മാറുന്നത് എന്ത് തന്നെയാണ്? ഓർഡിനറി ഇയർ ആണ്. നമുക്കറിയാം ഓർഡിനറി ഇയർ വർഷം എടുക്കുകയാണെങ്കിൽ അതായത് 365 ദിവസമുള്ള ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓഡ് ഡേ ആണ് ഉണ്ടാവുക. അതേസമയം 366 ദിവസമുള്ളൊരു ലീപ്പ് ഇയർ ആണ് വരുന്നതെങ്കിൽ എന്താണ്? അവിടെ 2 ഓഡ് ഡേയ്സ് വരും. ആ കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാറുന്നത് ഒരു ഓർഡിനറി ഇയർ ആണ്. ഓർഡിനറി ഇയർ ആയതുകൊണ്ട് നമുക്ക് എന്താണ്? 1 കൂട്ടിയാൽ മതി. കാരണം ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ഉള്ളൂ. 1 കൂട്ടാം. മൺഡേയുടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്യൂസ്ഡേ എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ ട്യൂസ്ഡേ എന്ന് പറയുന്നത് ആരാണ്? 1 ജാനുവരി 2019 ആണ്. അപ്പോൾ 31 ഡിസംബർ 2018 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇതിന് പുറകിലുള്ള ദിവസം അല്ലേ? ഇതിന് പുറകിലുള്ള ദിവസം ഏതാണ്? മൺഡേ അല്ലേ? ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? മൺഡേ ആയിരിക്കും വരിക. എന്താ? ഓപ്ഷൻ സി മൺഡേ ആണ് നമുക്ക് ആൻസർ വരിക. ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പഠിച്ചു വെക്കാം. അതായത് ഇവർ കാണാൻ പഠിച്ചു വെക്കുന്ന പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഡിനറി ഇയർ ആണെങ്കിൽ 1 ജാനുവരി ഏതാണോ അത് തന്നെയായിരിക്കും 31 ജാനുവരി എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ ആണെങ്കിൽ 1 ജാനുവരി ഏതാണോ അതിന് അടുത്ത ദിവസമായിരിക്കും എന്ന് പറയുന്നത് 31 ഡിസംബർ എന്ന് പറയുന്നത്. അങ്ങനെ കാണാൻ പഠിച്ചു വെക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാം. അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് നമ്മൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്താലും മതി. ഇത് കൺസെപ്റ്റ് ഞാൻ ഇയറിൽ മാറുന്ന കൺസെപ്റ്റ് അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം. 1 ജാനുവരി ഓഫ് ആൻ ഓർഡിനറി ഇയർ എന്ന് പറയുന്നത് ഏത് ഡേ ആണോ, അതിപ്പം എക്സ് എന്ന് പറയുന്ന ഡേ ആണെങ്കിൽ 31 ഡിസംബർ ഓഫ് ദാറ്റ് ഇയർ എന്ന് പറയുന്നത് ആ ദിവസം തന്നെയായിരിക്കും. ഓക്കെ, ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ, ഓർഡിനറി ഇയറും ലീപ്പ് ഇയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അല്ല ഓർഡിനറി ഇയറിൽ 1 ജാനുവരി തന്നിട്ട് 31 ഡിസംബർ വെച്ചാൽ ആ സെയിം ഡേനെ ആയിരിക്കും. ഇപ്പോൾ അതേസമയം 1 ജാനുവരി ഓഫ് എ ലീപ്പ് ഇയർ എക്സ് ആണെങ്കിൽ 31 ഡിസംബർ ഓഫ് ദാറ്റ് ഇയർ എന്ന് പറയുന്നത് x+1 ആയിരിക്കും എന്നൊരു കൺസെപ്റ്റ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അങ്ങനെ പഠിച്ചു വെക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ആൻസറിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിപ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ 1 ജാനുവരി 2016 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഓക്കെ, 1 ജാനുവരി 2016 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ് എങ്കിൽ 31 ഡിസംബർ 2016 ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 1 ജാനുവരി 2017 ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതായത് 2016 2017 ആണ്. ലീപ്പ് ഇയറും ഓർഡിനറി ഇയർ ആണ്. അപ്പോൾ ഇവിടെ ഒരു വർഷം മാറുന്ന കണക്കാണ്. അപ്പോൾ ഒരു വർഷം മാറുന്ന കണക്കിനകത്ത് നമ്മൾ പറയുന്നത് അത് 2 ഓർഡിനറി ഇയർ ആണെങ്കിൽ മാറുന്ന ഓർഡിനറി ഇയർ എന്നാ പറയാം. ഇവിടെ ഇപ്പോൾ ഒരു ലീപ്പ് ഇയറും ഓർഡിനറി ഇയറും വരുവാണ്. അപ്പോൾ ലീപ്പ് ഇയറും ഓർഡിനറി ഇയറും വന്നാൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഏത് ഇയറിലെയാണോ ഫെബ്രുവരി കൺസിഡർ ചെയ്യുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക അവിടെ ചേഞ്ച് ആവാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ജാനുവരി 2016 തുടങ്ങിയിട്ട് 1 ജാനുവരി 2017 പോകുന്നതെങ്കിൽ 2017 എന്ത് വന്നിട്ടില്ല? ഫെബ്രുവരി വന്നിട്ടില്ല. എവിടുത്തെ വരുന്നത്? 2016. അതായത് ലീപ്പ് ഇയറിലെ ഫെബ്രുവരി ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലീപ്പ് ഇയറിലെ ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രൈഡേയുടെ 2 കൂട്ടണം. അപ്പോൾ സൺഡേ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഈ 1 ജാനുവരി 2017 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 31 ഡിസംബർ എന്ന് പറയുന്നത് ആരായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2016 1 ജാനുവരി 2016 ഫ്രൈഡേ ആണെങ്കിൽ 31 ഡിസംബർ 2016 എന്ന് പറയുമ്പോൾ ഇത് 2 ലീപ്പ് ഇയർ ആണ്. 2016 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയറിൽ ഫസ്റ്റ് ഡേ തന്നിട്ട് ലാസ്റ്റ് ഡേ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 1 കൂട്ടണം. ഫ്രൈഡേ +1 നമ്മുടെ ആൻസർ എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. ഓപ്ഷൻ സി നമ്മുടെ ആൻസർ സാറ്റർഡേ. അപ്പോൾ ഇതൊക്കെ കലണ്ടറിൽ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ CHSൽ നോക്കുവാണെങ്കിൽ അങ്ങനെ റെയർ ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, കലണ്ടറിലെ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ
എന്താണ് പറയുക, നമുക്കൊരു സർപ്രൈസിങ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണെന്ന് നമുക്ക് പറയാം. അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും പഠിച്ചു പോകും. ഇപ്പോൾ 2 വർഷമായിട്ട് ചോദിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പലരും ഈ ടോപ്പിക്കും സ്കിപ്പ് ചെയ്യും, പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്ത് നോക്കാനും സ്കിപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിട്ട് ആരെയും SSC ക്വസ്റ്റ്യൻ ചോദിച്ചോളാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാ ടോപ്പിക്കുകളും പഠിച്ച് തന്നെ പോകണം, അത് മെയിനായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡേറ്റ് റെഫറൻസ് ആയിട്ട് മറ്റൊരു ഡേറ്റ് ചോദിക്കുന്ന കൺസെപ്റ്റ് ആണ് ഇത്. ഇയർ മന്ത് ഡേറ്റ് എല്ലാം മാറുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. നമുക്ക് 29th January 2003 തന്നിട്ടുണ്ട്. 29th January 2003 എന്ന് പറയുന്നത് വെനസ്ഡേ ആണ് തന്നിട്ടുണ്ട്. ചോദിക്കുന്നത് 26th February 2005 ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇയർ മാറുന്നുണ്ട്, മന്ത് മാറുന്നുണ്ട്, ഡേറ്റ് മാറുന്നു, ഇതെല്ലാം മാറുന്നുണ്ട്. അപ്പം എല്ലാം മാറുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇയർ സെയിം ആക്കുവാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് 2003 ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം എവിടെ പോകണം? 2005 വരണം. അപ്പം നമുക്കറിയാം വർഷങ്ങൾ മാറുന്ന സമയത്ത് ഡേറ്റും മന്തും സെയിം ആയിട്ട് വെക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് 29th January 2003 നിന്നും 29th January 2005 നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ പോകുന്നത് 2003 നിന്ന് 2005 പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഇയർ ഡിഫറൻസ് എടുക്കണം. നമുക്ക് ഇയറിന്റെ ഓഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇയറുകളുടെ ഡിഫറൻസ് എടുക്കണം. 2005, 2003 അപ്പം ഡിഫറൻസ് എത്ര വരുന്നത്? 2 ആണ് വരുന്നത്. പ്ലസ് നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ്, അതിനകത്ത് ലീപ്പ് ഇയർ വരുന്നത് കൂട്ടണം. അപ്പോൾ 2003, 2005 ഇടയിൽ വരുന്നത് 2004, അതൊരു ലീപ്പ് ഇയർ ആണ്, അല്ലേ? അതെന്ത് ചെയ്യണം? നമ്മൾ കൂട്ടണം. ലീപ്പ് ഇയറിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരു ലീപ്പ് ഇയർ വരുന്നതുകൊണ്ട് നമ്മൾ കൂട്ടണം. അപ്പം ഇയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഓഡ് ഡേ എന്ന് കിട്ടും. ഇത് 2003 ജാനുവരി 29 നിന്നും 2005 ജാനുവരി 29 നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താണ്? 3 ഓഡ് ഡേ ആണെന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇയർ മാറി നമ്മൾ ഇവിടെ എത്തി. ഇനി 29th January 2005 എത്തിയ ആൾക്ക് 26th February പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്നത് ജാനുവരിയിൽ ബാക്കി എത്രയുണ്ട്? നമ്മൾ ജാനുവരിയിൽ മൊത്തം എത്രയാണ്? 31 ഡേയ്സ് അല്ലേ? 31 - 29 എന്ത് കിട്ടാം? 2 വരും. അതായത് 2 ഓഡ് ഡേയ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ജാനുവരി മാസത്തിൽ ബാക്കിയുള്ളത്. അടുത്ത ഫെബ്രുവരി എടുക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 26 ദിവസമുണ്ട്. 26-ൽ എത്ര ഓഡ് ഡേയ്സ് ആണ് നമ്മൾ നോക്കുന്നത്? അപ്പോൾ 21 മാറി കഴിഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ നമ്മൾ മാറ്റുകയാണ്. 21 മാറി കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നുണ്ട്? 5 വരുന്നുണ്ട്. 5 ഓഡ് ഡേയ്സ്. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടുന്ന സമയത്ത് 5, 2, 7 ഇതങ്ങ് പോയി കിട്ടും. ബാക്കി എന്തേ ഉള്ളൂ? 3 ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? വെനസ്ഡേയുടെ ഈ 3 അങ്ങ് കൂട്ടണം. നമുക്ക് എന്തായി? ആൻസറായി. വെനസ്ഡേയുടെ 3 കൂട്ടുമ്പോൾ നമുക്ക് എന്താണ്? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ആൻസർ എന്ത് വരും? സാറ്റർഡേ വരും. ഓക്കെ, ആൻസർ സാറ്റർഡേ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഇയറും മന്തും സെയിം ആക്കി ഡേറ്റ് മാത്രം മാറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഇയർ സെയിം ആയിരിക്കും, മന്തും ഡേറ്റും വ്യത്യാസമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചിലപ്പോൾ മന്തും ഡേറ്റും സെയിം ആയിരിക്കും, ഇയർ മാത്രം മാറുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇയറും മന്തും ഡേറ്റും മാറുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. ആ ഓരോ മോഡൽ ക്വസ്റ്റ്യനും എങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓരോ മോഡലും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മോഡലും എങ്ങനെ ചെയ്യുന്നു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Okay, 18th October 2006 was Wednesday. Then what was the day of the week on 17th October 2000 എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം 2006 തന്നിട്ട് 2000 പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്ന ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കിപ്പം പുറകിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നത് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അത് ആ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് 17th October 2000 തന്നിട്ട് നിങ്ങൾ 18th October 2006 ചോദിക്കുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് കൊണ്ട് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പുറകിലോട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഓഡ് ഡേയ്സ് അങ്ങ് മൈനസ് ചെയ്യും. അതാണ് നമ്മൾ വ്യത്യാസം. അതേ ഉള്ളൂ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം. നിങ്ങൾ ആദ്യം 2000 നിന്ന് 2006 ആദ്യം വരണം. കാരണം 17th October 2000 നിന്നും 18th October 2006 അപ്പോൾ നമുക്ക് ഇയർ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് 17th October 2000 നിന്നും 17th October 2006 പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇയർ മാറുന്ന സമയത്ത് ഡേറ്റ് മന്തും സെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യം ഇയർ മാറുന്ന ഓഡ് ഡേയ്സ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇയർ ഡിഫറൻസ് എടുക്കും. 2006 2000 പോകുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും.
പ്ലസ് നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ്. അവിടെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് കിട്ടുമ്പോൾ 2000 ഒരു ലീപ്പ് ഇയർ ആണ്, പക്ഷേ നമുക്കിവിടെ 2000 എടുക്കാൻ പറ്റില്ല. കാരണം 2000 ഒക്ടോബർ 17 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2000 ലീപ്പ് ഇയർ ആണെങ്കിലും ഇവിടെ 2000 ഒക്ടോബർ 17 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2000 ഫെബ്രുവരി കൺസിഡർ ചെയ്തില്ല, നമുക്കത് എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് 2004 അത് നമുക്ക് എടുക്കാൻ പറ്റും 1. അപ്പോൾ എന്ത് കിട്ടും? 7 വന്ന എത്ര ഓഡ് ഡേയ്സ് ആണ്? 0 ഓഡ് ഡേയ്സ് ആണ്. അപ്പോൾ ഇയർ മാറി നമ്മൾ അവിടെ എത്തിയപ്പോൾ എത്ര ഓഡ് ഡേ ആയി? 0 ഓഡ് ഡേ ആയി. ഇനി 17 ഒക്ടോബർ 2006 നിങ്ങൾ എത്തിയത്. അടുത്ത 18 ഒക്ടോബർ 2006 ആണ് വേണ്ടത് അല്ലെ. അപ്പോൾ ഒക്ടോബറിൽ ഒരു ഓഡ് ഡേ കൂടെ നമുക്ക് എക്സ്ട്രാ കയറി വരുന്നുണ്ട് അല്ലെ. ആ ഒരു ഓഡ് ഡേ കൂടെ എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഒരു ഓഡ് ഡേ എന്ന് കിട്ടും. അതായത് 17 ഒക്ടോബർ 2000 നിന്നും 17 ഒക്ടോബർ 2006 നിങ്ങൾ പോകുമ്പോൾ അത് സെയിം ഡേ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ ഡേറ്റ് ആണ് എന്താണ്? 18 ഒക്ടോബർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഓഡ് ഡേയ്സ് അനുസരിച്ച് അത് 1 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2006 തന്നിട്ട് 2000 തിരിച്ചാ ചോദിക്കും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ഡേറ്റ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മൾ ഇങ്ങോട്ടുള്ള ഓഡ് ഡേ കണ്ടുപിടിച്ചല്ലോ, അത് തന്നെയാണ് തിരിച്ചുള്ള ഓഡ് ഡേ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓഡ് ഡേ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അതായത് നമുക്കിത് വെനസ്ഡേ തന്നിട്ടുണ്ട്, ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 1 മൈനസ് ചെയ്യും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ, ആൻസർ ട്യൂസ്ഡേ എന്ന് വരും. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. കലണ്ടറിൽ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുന്നത്. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെയിനായിട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നത്. നോക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും ദ കലണ്ടർ ഫോർ ദ ഇയർ 2005 സെയിം ആസ് ദ ഫോർ ദ ഇയർ. ഓക്കെ, കലണ്ടർ റെപ്പിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2005 എന്ന് പറയുന്ന ഇയറിലെ കലണ്ടർ നെക്സ്റ്റ് എപ്പോഴാണ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത്? ഏത് വർഷമാണ് 2005 കലണ്ടർ സെയിം ആയിട്ട് വരിക എന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇയർ തന്നിട്ട് ആ ഇയറിലെ കലണ്ടർ എപ്പോൾ റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നതിന് നമുക്ക് കുറച്ച് റൂളുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീപ്പ് ഇയർ ആണെങ്കിൽ 28 വർഷം കൂടുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യും. സെഞ്ചുറി ഇയർ ആണ്, ലീപ്പ് ഇയർ അല്ലാത്ത സെഞ്ചുറി ഇയർ ആണെങ്കിൽ നമുക്ക് എന്താണ്? 6 വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ലീപ്പ് ഇയറിന് തൊട്ട് ശേഷം വരുന്ന വർഷമാണെങ്കിൽ 6 വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ഇതൊന്നും അല്ലാത്ത വർഷമാണെങ്കിൽ 11 വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പം 2005 എന്നൊരു വർഷം നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ ഉള്ള വർഷം 2004 ആണ്. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് നോക്കുന്നത്. ഇത് ലീപ്പ് ഇയർ അല്ല നമുക്കറിയാം, ഇതൊരു സെഞ്ചുറി ഇയർ അല്ല എന്നറിയാം. ഇതിന് മുന്നേ ഉള്ളത് എന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയറിന് തൊട്ട് ശേഷം വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 6 കൂട്ടണം. 2005 6 കൂട്ടി നമുക്ക് എന്താ കിട്ടുക? 2011 ആണ് കിട്ടുക. 2011 ആയിരിക്കും 2005 റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത്. 2005 കലണ്ടറും 2011 കലണ്ടറും ആയിരിക്കും എന്ത് ചെയ്യുക? സെയിം ആയിട്ട് വരിക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കാണ് കലണ്ടർ. കുറച്ച് ഓരോ ടൈപ്പിനും ഓരോ മെത്തേഡിനും ഓരോ രീതിയിൽ നമ്മൾ അറിയണം എന്നുള്ളതുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് സ്ഥിരമായിട്ട് ചോദിക്കില്ലെങ്കിലും പെട്ടെന്ന് ഒരു എക്സാമിന് കയറിയിട്ട് നമുക്ക് എന്താണ്? കലണ്ടറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലോക്കിൽ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കലണ്ടറിൽ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്ത്. ഇനി ക്ലോക്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്തിനാണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുന്നതിന് കാരണം നമുക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നും എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളതിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും SSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മുൻപ് കാലങ്ങളിൽ ഇങ്ങനെ ചോദിച്ചു, അപ്പം വേണമെങ്കിൽ ഇനിയും ചോദിക്കാം എന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ നോക്കിയേ, വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 2:30 എന്നാണ്. അപ്പം 2:30 എന്ന് പറയുന്നൊരു സമയം തന്നിട്ട് ഈ സമയത്തിൽ ഹാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്താണ്? അതായത് 2:30 എന്ന സമയത്തിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോർമുലയാണ് അല്ലേ. എന്താണ് ഫോർമുല? തീറ്റ ഇസിക്കൽ ടു 30h മൈനസ് 11/2m മോഡുലസ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്ലോക്ക് വരച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ക്ലോക്ക് വരയ്ക്കത്തില്ല. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ സാധിക്കും അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ്, അത് എത്രയാണ്? 2 ആണ് അല്ലേ. 30 ഇൻറ്റു 2 മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിറ്റ് ആണ്, 30 ആണ്. ഓക്കെ, ഇതൊന്ന് സ്പീഡിൽ ചെയ്താൽ മതി. 2:30 മിനിറ്റ് നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. അപ്പോൾ ഇവിടെ 30 ഇൻറ്റു 22 60 മൈനസ് 11 ഇൻറ്റു 15 5 5 + 1 6 1 എന്ത് കിട്ടും? മൈനസ് 105 എന്ന് കിട്ടും. നമുക്ക് മോഡുലസ് ഉണ്ട്. മോഡുലസ് എന്തിനാണ്? മൈനസ് വാല്യൂ പ്ലസ് ആക്കാനല്ലേ. അപ്പോൾ ഈ മോഡുലസ് ഇട്ട് നമുക്ക് എന്ത് കിട്ടും? 105 ഡിഗ്രി നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ ആൻസർ എന്താണ്? അതാ 105 ഡിഗ്രീസ്. ഓക്കെ,
എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഒരൊറ്റ ഇക്വേഷൻ 30h-11/2 m എന്ന ഒരൊറ്റ ഇക്വേഷനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് പോകാൻ സാധിക്കും. നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് നിങ്ങളായിട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഐഡിയ ഇല്ല എങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ല എങ്കിൽ ഒരു ടോപ്പിക്കും വലിയ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യാം, CHSLൻ്റെയോ CGLൻ്റെയോ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ എന്തുകൊണ്ട് CHSLൻ്റെ കോഴ്സോ അല്ലെങ്കിൽ CGLൻ്റെ കോഴ്സോ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ CHSLൻ്റെ എക്സാം അടുക്കാറായി. അപ്പോൾ ഇതിന് മുന്നേ പ്രാക്ടീസ് ചെയ്തവർക്കൊക്കെ ഇതൊരു പ്രാക്ടീസ് സെഷൻ പോലെ ഇത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് CGL പറയുമ്പോഴത്തേക്കും നമുക്ക് CHSL ആണെങ്കിൽ ഇപ്പോൾ CHSL ഈ ഷോർട്ട് ടൈമിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. CGL ആവതി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ച് കിടപ്പുണ്ട്, അതിനകത്ത് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവാണ്, ക്ലാസ് കൂടെ കണ്ടു പോവാണ്, ടോപ്പിക്ക് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിൽ, അതായത് ഇപ്പോൾ CHSL കഴിഞ്ഞ ഉടനെ CGL വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ CGLനും കൂടെ നമുക്ക് എന്താണ് അത് യൂസ്ഫുൾ ആയിട്ട് വരും. അത് കഴിഞ്ഞ് MTS വരുമ്പോഴത്തേക്ക് അതിന് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഐഡിയ നിങ്ങൾക്ക് ആ സമയത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ CHSL സമയത്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ CGL ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസ് ആവും, അല്ലെങ്കിൽ ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം കോഴ്സ് പർച്ചേസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ മാക്സിമം അത് വെച്ച് മനസ്സിലാക്കി എടുക്കുക. ഇനി അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ക്ലാസ് പോകുന്ന സമയത്ത്, യൂട്യൂബിൽ ക്ലാസ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളായിട്ട് ചെയ്യുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ഓഫ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് അറ്റ് 10:40. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ 10:40 എന്ന് പറയുന്ന സമയമാണ് നമുക്ക് തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ അപ്ലൈ ആണ്. ഇക്വേഷൻ അപ്പോൾ എന്താണ്, തീറ്റ ഇസ് ഈക്വൽ ടു 30h-11/2 m എന്നാണ്. ഓക്കെ, 30 ഇൻറ്റു h വരുമ്പോഴത്തേ എത്രയാണ്, 10 ആണ്, മൈനസ് 11/2 ഇൻറ്റു 40 ആണ് വരുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 40 കിട്ടുമ്പോൾ 20 വരും. ഇവിടെ ഇപ്പോൾ എന്താണ് 300 മൈനസ് 220 എന്നാണ് വരുന്നത് അല്ലേ. നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻസ് ആക്കുമ്പോഴത്തേക്കും 80 കിട്ടും. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 80 ഡിഗ്രീസ് ആയിരിക്കും. ഓക്കെ, എളുപ്പമുള്ള ടോപ്പിക്കാണ് കേട്ടോ. ക്ലോക്കിൻ്റെ ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മുൻപ് കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്ലോക്കിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഇപ്പം അങ്ങനെ നമ്മൾ ക്ലോക്ക് നോക്കുമ്പോൾ കൂടുതലും ആംഗിൾ ഉണ്ടെന്ന ക്വസ്റ്റൻ ആണെങ്കിലും ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എന്താണ് മുൻപ് കാലങ്ങളിൽ, അതായത് നമ്മുടെ ടൈം കണ്ടുപിടിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റൻ ആണ്. ആംഗിൾ ഉണ്ടെന്ന ക്വസ്റ്റൻ അല്ല, ടൈം കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2-3 കൊല്ലമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റൻ ചോദിക്കാറില്ല. പക്ഷേ എങ്കിലും പെട്ടെന്നൊരു ദിവസം വേണമെങ്കിൽ SSC എക്സാമിൽ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 9 o'clock and 10 o'clock വിൽ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് പോയിന്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യാം. അത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഇങ്ങനെ പോയിന്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നത് ഏത് ടൈമിലാണ്, 9 മണിക്കും 10 മണിക്കും ഇടയിൽ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ റേഷ്യോ പ്രകാരം വെച്ച് ചെയ്യും, നമ്മൾ റേഷ്യോ വരച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ച ഇക്വേഷൻ വെച്ചാലും ചെയ്യും അല്ല. അപ്പോൾ പഠിച്ച ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ 180 എന്ന് പറയുന്ന ആംഗിൾ ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തീറ്റ ഇസ് ഈക്വൽ ടു 30h മൈനസ് 11/2 m എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 9 മണിക്കും 10 മണിക്കും ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ബിയും ഡിയും നിങ്ങൾക്ക് അവിടെ വരത്തില്ല, ക്യാൻസൽ ചെയ്യാം. കാരണം 9 മണിക്കും 10 മണിക്കും ഇടയിലാണെങ്കിൽ അത് 9 മണി കഴിയുന്ന സമയമല്ലേ. അപ്പം 16 and 4/11 മീൻസ് പാസ്റ്റ് 9, അല്ലെങ്കിൽ 55 and 5/11 മിനിറ്റ്സ് പാസ്റ്റ് 9. ഇതേ ആൻസർ വരത്തുള്ളൂ. കാരണം 9 മണി കഴിഞ്ഞുള്ള ഏതൊരു സമയം എന്നേ കിട്ടത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും 8 മണി കഴിഞ്ഞുള്ള സമയം ആകണം, 9-നും 10-നും ഇടയിലാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു, തീറ്റ എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലേ, 180 ഇടുന്നു, സിഗൽ 30 ഇൻറ്റു h. അപ്പോൾ 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഇവിടെ h എത്രയായിരിക്കും, 9 മണിയല്ലേ, 9 അങ്ങോട്ട് കൊടുക്കുക, മൈനസ് 11/2 ഇൻറ്റു m. നമുക്ക് കണ്ടുപിടിക്കേണ്ട അവിടെ എന്താണ്, m ആണ്. m എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, ഇത് ഞാനിത് ഇപ്പുറത്തോട്ടിടാണ്. അപ്പോൾ 11/2 m ഇസ് ഈക്വൽ ടു 270 മൈനസ് 180 എന്നാണ് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും, 90 കിട്ടും അല്ലേ. ഓക്കെ, 90 കിട്ടും. അപ്പോൾ m ഇസിക്കൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 90 ഇൻറ്റു 2/11 ആയിരിക്കും കിട്ടുക. അതായത് 180/2
11 മിനിറ്റ്സ് എന്നാണ് കിട്ടുന്നത്. ആക്ച്വലി ഇവിടെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിനെ മിക്സഡ് ഫ്രാക്ഷനോട്ട് ആക്കണം. അപ്പം 180/11 ആവുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഡിവൈഡ് നോക്കുക, ഒരു പ്രാവശ്യം 11, ബാക്കി 70 വരും. 6 പ്രാവശ്യം 4/11 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 16 ആൻഡ് 4/11 മിനിറ്റ്സ് പാസ്റ്റ് 9 ഇതായിരിക്കും നമ്മുടെ ആൻസർ. 9 മണി കഴിഞ്ഞ് 16 4/11 മിനിറ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർ 180 ഡിഗ്രിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റൻ ആൻസറിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട്, 60/55 എന്ന റേഷ്യോ കൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട്. രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തത്. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഷോസ് മിറർ ഇമേജ് ഓഫ് 4:10. ഓക്കെ, 4:10 മിറർ ഇമേജ്. ഇതും മുൻപ് കാലങ്ങളിൽ ചോദിച്ചതാണ്. മിറർ ഇമേജ് വാട്ടർ ഇമേജ് കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിഗർ തന്നിട്ട് മിറർ ഇമേജ് വാട്ടർ ഇമേജ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈം തന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് ടൈം എന്താണ്, വാട്ടർ ഇമേജ് ടൈം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മിറർ ഇമേജ് ആണ് കൂടുതലും ചോദിക്കുക ക്ലോക്കിൻ്റെ കേസിൽ. അപ്പോൾ ഒരു ടൈം തന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് ടൈം. ഓക്കെ, അപ്പോൾ മിറർ ഇമേജ് ടൈം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 12 നിന്ന് മൈനസ് ചെയ്യാന്നുള്ള കൺസെപ്റ്റാണ്. അപ്പം 4:10 എന്നൊരു സമയം തന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് ടൈം ചോദിക്കുവാണ്, അല്ലെങ്കിൽ ഇത് മിറർ ഇമേജ് ടൈം ആണെങ്കിൽ ഒറിജിനൽ ടൈം എന്താണ് എന്ന് ചോദിക്കുവാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്, 11:60 മൈനസ് ചെയ്യും. 12 നിന്ന് മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 12 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇത് മണിക്കൂർ മിനിറ്റ് ആയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, 11:60 നമ്മൾ എന്ത് ചെയ്യും, ഈ ടൈം അങ്ങ് മൈനസ് ചെയ്യും. 11:60 നമ്മൾ 4:10 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 60 10 പോയാൽ 50 മിനിറ്റ്. 11 4 പോയാൽ എന്ത് കിട്ടും, 10 7 വരും. 7:50 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. 7:50 എന്നാണ് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഇതാ 7:50. കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ആ ഒരു മിറർ ഇമേജ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ടൈം തന്നിട്ടുണ്ടായിരിക്കും, ആ ടൈമിൻ്റെ മിറർ ഇമേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മിറർ ഇമേജ് ടൈം ഇതാണ്, ഒറിജിനൽ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 11:60 എന്ന ടൈം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, 11:60. അതുപോലെ വാട്ടർ ഇമേജിൻ്റെ ടൈമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ ഇമേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഇമേജ് ചോദിക്കുന്നത് കുറവാണെങ്കിലും നമ്മൾ ആ വാട്ടർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ നമ്പർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അത് മൈനസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കലണ്ടർ ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഓരോ മോഡലിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് SSC എക്സാമിൽ റീസെൻ്റ് ആയിട്ടുള്ള 2 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്ലോക്കും കലണ്ടറും സ്ഥിരം ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ അത് സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നമ്മളൊരു ഷിഫ്റ്റിനകത്ത് പെട്ടെന്ന് ക്ലോക്കിൻ്റെ ക്വസ്റ്റനോ കലണ്ടറിൻ്റെ ക്വസ്റ്റനോ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ആ ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്യണം, ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക് ഉണ്ടോ അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. അതുപോലെ തന്നെ അതല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന സാധാരണ നമ്മൾ ചെയ്ത് നോക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കേണ്ട 2 ടോപ്പിക്കുകളാണ് ക്ലോക്കും കലണ്ടറും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ക്ലാസ് കണ്ട് നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.